നമസ്കാരം. ഞാൻ ഡോക്ടർ NT നിഷ, കണ്ടല്ലൂർ ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസറാണ്. കർക്കിടകം ആരോഗ്യരക്ഷയുടെ കാര്യത്തിൽ മലയാളികൾ ഏറെ നിഷ്കർഷ പുലർത്തുന്ന കാലമാണ്. കർക്കിടകം മഴക്കാലമാണ്, പനിക്കാലമാണ്, അന്തരീക്ഷം വളരെയധികം മലീമസമാകുന്ന കാലഘട്ടവുമാണ്. ഈ ഒരു സമയത്ത് പരിസര ശുചീകരണത്തിലൂടെയും ചിട്ടയായി ക്രമപ്പെടുത്തിയ ആഹാരശീലങ്ങളിലൂടെയും അതുപോലെ തന്നെ ദിനചര്യയിലൂടെയുമെല്ലാം മലയാളികൾ വ്യക്തമായൊരു ജീവിതക്രമം ചിട്ടപ്പെടുത്തിയിരുന്നു. അഥവാ ഒരു ചികിത്സാ രീതി തന്നെ ഉയർത്തിപ്പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനെയാണ് കർക്കിടക ചികിത്സ എന്നൊക്കെ പറയുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്, മഴക്കാലത്തെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പരിസര ശുചീകരണം തന്നെയാണ്. അതോടൊപ്പം കർക്കിടകത്തിൽ ആയുർവേദത്തോട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ഏറ്റവും അധികം കേൾക്കുന്ന വാക്കാണ് കർക്കിടക കഞ്ഞി അഥവാ ഔഷധക്കഞ്ഞി. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, പരിസര ശുചീകരണത്തോടൊപ്പം ആഹാരശൈലിയെ ക്രമപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രീതിയാണ് കർക്കിടകത്തിൽ അനുവർത്തിക്കുന്നത്. കഞ്ഞി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദഹിക്കാൻ ഏറ്റവും എളുപ്പമുള്ളതാണ്. പനിക്കാലത്ത് പ്രത്യേകിച്ച് ആവശ്യമുള്ള ദ്രവാംശവും പോഷകാംശവും ഒരുപോലെ നൽകുന്നതും അതോടൊപ്പം തന്നെ രോഗപ്രതിരോധത്തിനും ആരോഗ്യവർദ്ധനവിനും ഉതകുന്ന ഔഷധാംശങ്ങൾ എത്തിക്കുന്നതിനും സാധിക്കുന്ന വളരെ പ്രയോജനപ്രദമായ ഒരു മീഡിയം കൂടിയാണ് കഞ്ഞി. അതുകൊണ്ട് തന്നെ ആവണം കർക്കിടകത്തിൽ കഞ്ഞി പ്രത്യേകമായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് കർക്കിടക കഞ്ഞി കിറ്റുകൾ അവൈലബിൾ ആണ്. എന്നാൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന വിലയേറിയ ഔഷധക്കൂട്ടുകളുടെ ഒന്നും തന്നെ ആവശ്യമില്ല. മുറ്റത്തേക്ക് ഈ കർക്കിടകമാകുമ്പോൾ ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് ആവശ്യമുള്ള കർക്കിടക കഞ്ഞിക്കുള്ള കൂട്ടുകൾ ലഭിക്കും. മുറ്റത്തേക്കൊന്ന് നോക്കിയാൽ കാണാം, ഈ മഴ വരുമ്പോൾ പൂവാങ്കുറുന്നലും കയ്യോന്നിയും തുമ്പയും കറുകയും എല്ലാം തലപൊക്കി നിൽക്കുന്നത് കാണാം. ഇതിൻ്റെയൊക്കെ ചാറ് പിഴിഞ്ഞെടുത്താൽ നമുക്ക് വളരെയധികം ഔഷധ ഗുണമുള്ള കഞ്ഞിക്ക് വേണ്ട ദ്രവഭാഗം ലഭിക്കും. ഓരോ ആരോഗ്യമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കർക്കിടകത്തിൽ മുളച്ചു പൊങ്ങുന്ന ദശപുഷ്പങ്ങളുടെയൊക്കെ ചാറ് നമുക്ക് കഞ്ഞി ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. പ്രമേഹ രോഗികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഔഷധക്കൂട്ടുകളിൽ ചെറുളയൊക്കെ അധികമായി എടുത്ത് നീര് പിഴിഞ്ഞെടുക്കാം. നടുവേദനയും നടുവിന് നീർക്കെട്ടുമുള്ളവരൊക്കെ ആണെങ്കിൽ കരിനൊച്ചിയുടെ ചാറ് കൂടുതലായി പിഴിഞ്ഞെടുക്കാം. ആർത്തവ വിരാമത്തോടടുത്ത ആളുകളൊക്കെ ആണെങ്കിൽ ചങ്ങലംപരണ്ടയുടെ നീര് അധികമായി എടുക്കാം. ഇങ്ങനെ നമുക്ക് ചുറ്റും ആവശ്യമായ ഔഷധികൾ പ്രകൃതി തന്നെ കരുതിയിട്ടുണ്ട് പനിക്കാലം അല്ലെങ്കിൽ കർക്കിടകമാകുമ്പോൾ. അപ്പോൾ ഇതിൽ നമ്മുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ആയുർവേദ ഡോക്ടറുടെ ഉപദേശം കൂടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായി ഈ ഔഷധക്കഞ്ഞി നിങ്ങളുടെ ആരോഗ്യത്തിനനുസരിച്ച് നിർമ്മിച്ചെടുക്കുവാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഔഷധക്കൂട്ടുകളുടെ പച്ചമരുന്നുകളുടെ ചാറെടുത്ത് വെച്ച് അതിൽ ഈ നമ്മൾ അരി വേവിക്കണം. അപ്പോൾ പൊതുവേ നമ്മൾ ഞവരയരിയാണ് കർക്കിടക കഞ്ഞിക്ക് പൊതുവേ എല്ലാവരും എടുത്തു കാണുന്നത്. തവിടുള്ളത് കൊണ്ടും വളരെയധികം പോഷക സമൃദ്ധമായതുകൊണ്ട് തന്നെയും ഞവര വളരെ വിശേഷമാണ്. എന്നാൽ ഞവരയ്ക്ക് പുറകെ തന്നെ പോകണമെന്നില്ല. ഗവൺമെൻറ് ഫ്രീ ആയിട്ട് നൽകുന്ന നമ്മുടെ റേഷൻ കടയിലെ കിറ്റിലെ അരിയായാലും ധാരാളം. പ്രമേഹ രോഗികളൊക്കെ ആണെങ്കിൽ പഴകിയ അരി തന്നെയാണ് നല്ലത്. എന്നാൽ തവിടുള്ള അരിക്ക് മേന്മയുണ്ട്. ഈ അരി സ്വല്പം 1.5 കപ്പോളം അരി എടുക്കുകയാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ചെറുപയറും സ്വല്പം ആശാളിയും ഉലുവയും ഒക്കെ ചേർത്ത് കുതിർത്ത് വെച്ചിട്ട് ഈ നമ്മൾ നേരത്തെ എടുത്തു വെച്ച നമ്മുടെ ചുറ്റുമുള്ള ഔഷധികളുടെ ചാറിൽ ഈ അരി വേവിച്ചെടുക്കാം. പ്രഷർ കുക്കറിൽ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. എന്നിട്ട് ഇത് വെന്ത് വരുമ്പോൾ നമുക്ക് സാധാരണ വെള്ളം ഒഴിച്ചാണ് വേവിക്കുന്നതെങ്കിൽ ഒരു പകുതി വേവൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഔഷധച്ചാറ് ചേർക്കാം. അല്ലെങ്കിൽ ഔഷധച്ചാറിൽ തന്നെ നമുക്ക് ഈ കഞ്ഞി വേവിച്ചെടുക്കാം. ഇനി നിങ്ങൾ ഫ്ലാറ്റിലോ മറ്റോ താമസിക്കുകയാണ്, ചുറ്റും പൂവാങ്കുറുന്നലും കയ്യോന്നിയും ഒന്നും ഇല്ല എന്നിരിക്കട്ടെ, നിങ്ങളുടെ മാർക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് കുറുന്തോട്ടി വേരും അതുപോലുള്ള ഔഷധങ്ങളൊക്കെ കിട്ടും. അത് വേവിച്ചെടുത്ത കഷായത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് കഞ്ഞി വയ്ക്കാം. ഇനി പ്രമേഹ രോഗികളാണെങ്കിൽ കഞ്ഞി കുടിച്ചാൽ ഷുഗർ കൂടുമെന്ന ഭയം വേണ്ട.
നുറുക്ക് ഗോതമ്പ് ഉപയോഗിക്കാവുന്നതാണ്, റാഗി കഞ്ഞിക്ക് ഉപയോഗിക്കാം. പനിക്കാലത്ത് ഏറ്റവും അധികം ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന ഒന്നാണ് കഞ്ഞി. തീരെ ദഹനം കുറഞ്ഞ ആളുകളാണെങ്കിൽ മലര് വെച്ച് കഞ്ഞി ഉണ്ടാക്കി ഉപയോഗിക്കാം. അപ്പോൾ ഒന്ന് തിളക്കിയേ വേണ്ടൂ ആ കഞ്ഞി പാകമാവാൻ. അപ്പോൾ എങ്ങനെയായാലും തന്നെ ഈ ഔഷധങ്ങളുടെ ചാറിൽ നമ്മൾ അരി വേവിച്ചെടുക്കുന്നു. ഇനി വെന്ത് വരുമ്പോൾ നമ്മൾ ഇതിൽ പൊടിമരുന്ന് ചേർക്കും. ഈ പൊടിമരുന്ന് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അരിയാറും ജീരകവും എല്ലാം ചേർത്തിട്ടുള്ള പൊടിമരുന്നാണ് നമുക്ക് കിട്ടുന്നത്. ഈ പൊടി പിന്നെ നിങ്ങൾക്ക് ആയുർവേദ ഔഷധശാലകളിൽ നിന്ന് പഞ്ചകോല ചൂർണം പോലെയുള്ള ഔഷധങ്ങൾ ഇതിൽ ചേർക്കാൻ ലഭിക്കും. നമുക്ക് വീട്ടിൽ തന്നെ ഇതിലേക്കുള്ള പൊടിമരുന്ന് തയ്യാറാക്കാൻ പറ്റും. കുറച്ച് ചുക്ക്, കുരുമുളക്, ജീരകം, അയമോദകം, സ്വല്പം എള്ള്, കുറച്ച് സ്പൈസസ്, ഇതുപോലെ തന്നെയുള്ള സ്പൈസസ് നമുക്ക് ആഡ് ചെയ്ത് ഓരോ സ്പൂൺ വീതം ഓരോന്നും ചേർത്ത് പൊടിച്ചു വെക്കാം. അപ്പോൾ കഞ്ഞി വെന്ത് വരുമ്പോൾ നമ്മൾ തയ്യാറാക്കിയ ഔഷധ പൊടിമരുന്ന് അതിലേക്ക് ചേർക്കാം. ഇത് ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥയ്ക്കനുസരിച്ച് ദഹനശേഷിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ് നല്ല തേങ്ങാപ്പാൽ ചേർത്ത് ഈ കഞ്ഞി വെന്ത് വാങ്ങി അതിൽ കുറച്ച് ഉള്ളിയും ജീരകവും എല്ലാം മൂപ്പിച്ച് ചേർത്ത് ഔഷധക്കഞ്ഞിയായി ഉപയോഗിക്കാം. ഇനി ഔഷധക്കഞ്ഞി എത്ര ദിവസം ഉപയോഗിക്കാൻ പാടില്ലാത്തവരുണ്ടോ എന്നൊക്കെ സംശയമുണ്ടാകാം. തീർച്ചയായും നിങ്ങളൊരു രോഗിയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശപ്രകാരം തന്നെയാണ് ഔഷധക്കഞ്ഞി ഉപയോഗിക്കേണ്ടത്. പ്രത്യേകിച്ച് അൾസർ പോലുള്ള അസുഖമൊക്കെ ഉണ്ടെങ്കിൽ അധികം തീക്ഷ്ണമായ ഈ ചുക്ക് പോലുള്ള ഔഷധങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് അവരുടെ പ്രകൃതിക്ക് അനുസരിച്ച് ഔഷധങ്ങൾ ചേർത്ത് വേണം നമ്മൾ ഔഷധക്കഞ്ഞി തയ്യാറാക്കേണ്ടത്. പൊതുവെ 7 ദിവസമാണ് നമ്മൾ പൊതുവെ ഇത്തരം ഔഷധക്കൂട്ടുകൾ ഏറ്റവും കുറഞ്ഞ കാലയളവിൽ ഉപയോഗിക്കുന്ന. അത്രയും ദിവസം ഉപയോഗിക്കുമ്പോൾ ഏകദേശം ശരീരത്തിൽ എല്ലാ ധാതുക്കൾക്കും പോഷകം ലഭിക്കും എന്നാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. ഇങ്ങനെ പനിക്കാലത്ത് ആരോഗ്യമുള്ളവർക്കായാലും പനിയുള്ളവർക്കായാലും എളുപ്പം ദഹിക്കുന്ന, ഏറെ പോഷക ഗുണമുള്ള, അതുപോലെ തന്നെ രോഗത്തിന് അനുയോജ്യമായ വിധത്തിൽ ക്രമീകരിച്ച് നമുക്ക് കഞ്ഞി എന്ന മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആഹാരം തന്നെ ഔഷധമാക്കി നമുക്ക് ഉപയോഗിക്കാം. ഇതാണ് കർക്കിടകക്കഞ്ഞി. കർക്കിടകക്കഞ്ഞിയിലൂടെ നമുക്ക് ആരോഗ്യം സംരക്ഷിച്ച് രോഗം വരാതെ ശ്രദ്ധിക്കാൻ കഴിയും. കാരണം നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന പൂവാങ്കുറുന്നൽ മുതൽ എല്ലാം തന്നെ ഇന്നത്തെ ഈ നമ്മൾ പേടിക്കുന്ന സിക്ക, കോവിഡ് മുതലായ രോഗങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അണുജീവികളെ പ്രതിരോധിക്കാൻ പര്യാപ്തമാണ്. അപ്പോൾ ഈ പനിക്കാലത്ത് പ്രത്യേകിച്ച് സിക്ക, ഡെങ്കി, കോവിഡ് ഒക്കെ പടരുന്ന ഈ കാലത്ത് വളരെ അനുയോജ്യമായ ആഹാരം തന്നെ ഔഷധമാകുന്ന ഒരു ഔഷധസിദ്ധമായ പ്രയോഗമാണ് കർക്കിടകക്കഞ്ഞി. കർക്കിടക മാസത്തിൽ കഞ്ഞി ഉണ്ടാക്കാൻ സാധാരണയായി ചാറ് പിഴിഞ്ഞെടുക്കാനായിട്ട് എടുക്കുന്നത് ഏറ്റവും അധികം ദശപുഷ്പങ്ങളിൽ നിന്നാണ്. അതായത് കറുക, ഉഴിഞ്ഞ, മുയൽച്ചെവിയൻ, പൂവാങ്കുറുനില, അതുപോലെ തന്നെ കയ്യോന്നി, ഇങ്ങനെ ദശപുഷ്പത്തിലെ എല്ലാത്തിൻ്റെയും തന്നെ നീര് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും. പ്രമേഹമുള്ളവർക്ക് ഇതിൽ ചെറുള ദശപുഷ്പത്തിൽ പെടുന്നതാണ്. ചെറുളയുടെ ചാറ് അധികമായിട്ട് എടുക്കാം. നടുവേദനയുള്ളവർക്ക് കരിനൊച്ചി അധികമായി എടുക്കാം. ചങ്ങലം വരണ്ട, അതുപോലെ തന്നെ വഴിയരികിലൊക്കെ കാണുന്ന പൂവാങ്കുറുനില, തിരുതാളി, ദശപുഷ്പത്തിൽ തന്നെ വരുന്ന തിരുതാളി, വിഷ്ണുക്രാന്തി, ഇതിൻ്റെ എല്ലാം ചാറ് പിഴിഞ്ഞ് എടുത്തു വെക്കുന്നു. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ കഞ്ഞി വെക്കുന്നത്. ഇനി ഈ കഞ്ഞിയിൽ തന്നെ പോഷക സമൃദ്ധമാക്കാൻ നമുക്ക് ചെറുപയർ ചേർക്കാം. 1.5 കപ്പ് അരിക്ക് ഏകദേശം 2 ടേബിൾ സ്പൂണോളമാണ് നമ്മൾ ചെറുപയർ ചേർക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഔഷധക്കഞ്ഞിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അംശം എന്ന് പറയുന്നത് അതിൽ ചേർക്കുന്ന പൊടിമരുന്നാണ്. ഈ പൊടിമരുന്ന് നമുക്ക് കടയിൽ നിന്ന് പഞ്ചകോല ചൂർണം എന്നൊക്കെ പറഞ്ഞ് വാങ്ങാൻ കിട്ടും. അതുമല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ പൊടിച്ചു വെക്കാം. അയമോദകം, ചുക്ക്, കുരുമുളക്, ജീരകം, മല്ലി, അതുപോലെ തന്നെ എള്ള്, അരിയാറ്, ജീരകം 3, ഇങ്ങനെ നമുക്ക് പലതരം ഔഷധികൾ ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. വീട്ടിൽ നമുക്ക് ഏതൊക്കെയാണോ ലഭ്യമാകുന്നത് ദഹനത്തെ ഉത്തേജിപ്പിക്കുന്ന ഇത്തരം സാധനങ്ങളെല്ലാം ഓരോ സ്പൂൺ വീതം എടുത്ത് പൊടിച്ചു വെച്ച് കഞ്ഞിയിൽ, ഒരു 4 ആൾക്കുള്ള കഞ്ഞിയിൽ 1 സ്പൂൺ എന്നുള്ള കണക്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, അസുഖമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായും വൈദ്യനിർദ്ദേശപ്രകാരം തന്നെ പൊടിമരുന്നുകൾ തിരഞ്ഞെടുക്കേണ്ടതാണ് എന്നുള്ളതാണ്.